നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ തോൽവി കോൺഗ്രസിനെ ചെറുതായൊന്നുമല്ല തളർത്തിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആശ്വസിക്കാമെന്ന വാദമാണ് കോൺഗ്രസ് നേതാവ് ഉയർത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് MPCC അധ്യക്ഷൻ ജിതു പട്വാരി തറപ്പിച്ചു പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 29 സീറ്റുകളിൽ 15ലധികം സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ലോക്സഭയിലേക്കുള്ള 29 സീറ്റുകളിലും വിജയിക്കുമെന്ന ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അവകാശവാദങ്ങൾ സഫലമാകാൻ പോകുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. ഇത്തരം അവകാശവാദം ഉന്നയിക്കുന്നതിലൂടെ BJP വോട്ടർമാരെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല, പക്ഷേ ഫലങ്ങൾ സത്യം പറയും. വോട്ട് ഷെയർ കാണിക്കുന്നത് കോൺഗ്രസ് മധ്യപ്രദേശിൽ 15ലധികം ലോക്സഭാ സീറ്റുകൾ നേടുമെന്നാണ് നേതാവ് പറഞ്ഞത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 230 അംഗ സഭയിൽ 163 സീറ്റുകൾ നേടിയ BJPക്ക് 48.62% വോട്ട് വിഹിതമായിരുന്നു ലഭിച്ചത്. 40.45% വോട്ടോടെ 66 സീറ്റുകളായിരുന്നു കോൺഗ്രസ് നേടിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ സംസ്ഥാന ഘടകം അധ്യക്ഷൻ കമൽനാഥിന്റെ കോട്ടയായി കണക്കാക്കപ്പെടുന്ന ചിന്ദ്വാര സീറ്റിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് വിജയിക്കാനായത്. കമൽനാഥിന്റെ മകൻ നകുൽനാഥ് ഇവിടെ വിജയിച്ചപ്പോൾ ബാക്കിയുള്ള 28 സീറ്റുകളും BJPയാണ് നേടിയത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ മോഹൻ യാദവ് സർക്കാർ പരാജയപ്പെട്ടുവെന്നും പട്വാരി പറയുന്നുണ്ട്. ഗോളിയോറിൽ അടുത്തിടെ നടന്ന ബലാത്സംഗ സംഭവങ്ങൾ ഉദ്ധരിച്ച് സംസ്ഥാനത്ത് ക്രമസമാധാനം വഷളായതായും പോലീസ് നിഷ്ക്രിയമാണെന്നും അദ്ദേഹം വാദിച്ചു. ലാഡ്ലി ബഹ്ന യോജനയ്ക്ക് കീഴിലുള്ള പ്രതിമാസ ധനസഹായം 3000 രൂപയായി ഉയർത്തുമെന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ നിലവിലെ 1250 രൂപ തന്നെ നൽകാൻ സാധിക്കുന്നില്ലെന്നും MPCC അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കമൽനാഥിനെ കുറ്റപ്പെടുത്തി AICC വക്താവ് അലോക് ശർമ്മയ്ക്ക് നോട്ടീസ് നൽകിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അച്ചടക്ക സമിതി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പാർട്ടി ജനറൽ സെക്രട്ടറി ഇൻചാർജ് ജിതേന്ദ്ര സിംഗും പറഞ്ഞിരുന്നു. അതേസമയം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 29 സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്ന വാദവും മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിതു പട്വാരി ഉന്നയിച്ചിരുന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്നും ഉൾക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തനം മെച്ചപ്പെടുത്തും. ഇതിന്റെ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുമെന്നും നേതാവ് അന്ന് പറഞ്ഞിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെയായിരുന്നു PCC അധ്യക്ഷനായിരുന്ന കമൽനാഥിനെ നീക്കം ചെയ്ത് ജിതു പട്വാരിയെ AICC പുതിയ ചുമതല ഏൽപ്പിച്ചത്. കോൺഗ്രസ് ആകെ 66 സീറ്റാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. കമൽനാഥിനെ മുന്നിൽ നിർത്തിയായിരുന്നു കോൺഗ്രസ് അന്ന് മത്സരിച്ചത്. എന്നാൽ 163 സീറ്റ് നേടി BJP വീണ്ടും അധികാരത്തിൽ എത്തുകയായിരുന്നു.